ശിവായ. ഓം നമ ശിവായ. ഓം ശ്രീ ശിവമഹാപുരാണം. സനൽകുമാര മഹർഷിമാർ വ്യാസനോട് പറയുന്നതായിട്ടുള്ള രീതിയിലാണ് ഈ കഥാഭാഗങ്ങൾ പറഞ്ഞു വരുന്നത്. 81-ാമത്തെ ഭാഗമാണ് ഇപ്പോൾ പാരായണം ചെയ്യുന്നത്. ശംഖചൂഡവധം. അത് ഈ അധ്യായത്തിൽ മഹാദേവൻ ശംഖചൂഡനെ വധിക്കുന്നതായിട്ടുള്ള രംഗം. അത് ശംഖായിട്ട് മാറി എന്നും പിന്നെ ശംഖചൂഡനെ വധിക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ മഹാവിഷ്ണു രൂപം മാറി വന്നുകൊണ്ട് തുളസിയുടെ പാതിവ്രത്യത്തെ കളങ്കപ്പെടുത്തുന്നു. അതേപോലെ ശംഖചൂഡനിൽ നിന്ന് ഒരു ബ്രാഹ്മണ വേഷത്തിൽ വന്ന് കൃഷ്ണ കവചം ഉണ്ട്. അതും ഒരു മന്ത്രമാണ്. അത് ദാനമായിട്ട് വാങ്ങിയിട്ട് സുരക്ഷയെ നശിപ്പിക്കണം, സുരക്ഷയെ ഭേദിക്കണം. അതിനുശേഷമാണ് മഹാദേവന് ശംഖചൂഡനെ വധിക്കാൻ സാധിക്കുന്നത്. ആ രംഗത്തെയൊക്കെയാണ് ഇവിടെ 81-ാമത്തെ ഭാഗത്തിൽ പറയണത്. നമുക്കത് കേൾക്കാം. ഓം ചൊല്ലി സനൽകുമാരൻ മുനി കേൾക്കുവാൻ ദൂതനോദി ശംഖചൂഡനോടൊക്കെയും താത്വികമായി വിധി രുദ്രൻ കഥിച്ചവ കേട്ടു ദൈത്യൻ യുദ്ധം ചെയ്യാനുറയ്ക്കവേ സന്തുഷ്ടനായി മന്ത്രിമാരെയും സേനയും നായകർ സർവവിശിഷ്ടായുധങ്ങളും തേരശ്വം ആന ചതുരംഗസേനയും രുദ്രനോടായി യുദ്ധം ചെയ്യാൻ വിജ്ഞാപനം. എല്ലാവരും യുദ്ധം ചെയ്യണം എന്നുള്ളത് രണ്ടുപേരും ഒരേപോലെ തന്നെ വിജ്ഞാപനം ചെയ്തു. ശംഖചൂഡൻ രാജാവാണല്ലോ, അപ്പോൾ ആ നിലയ്ക്ക് ആജ്ഞ നൽകി രുദ്രൻ ദേവസൈന്യത്തോടും യുദ്ധത്തിനായി സ്വയം ആയുധമേന്തുവാൻ എത്തി. ഇരുവരും യുദ്ധക്കളമതിൽ ദേവാസുര സൈന്യം ധീരർ ജയേച്ഛുവായി. ശംഖോദികാഹളമേറെ മുഴക്കിയും വെല്ലുവിളിച്ചും തുടങ്ങി പോർ വീരരായി ധർമ്മയുദ്ധം ചെയ്തു മൃത്യുവരിക്കയും ചെയ്തു സുരർ ദൈത്യ സ്വാമി കാര്യാർത്ഥമായി. ഇന്ദ്രൻ വൃഷപർവ വിപ്രജിത്തീനൻ വിഷ്ണു ദംഭൻ അഗ്നി ഗോകർണ ദൈത്യനും വിശ്വകർമ്മ യമൻ മൃത്യു ഭയങ്കരൻ സർവ സംഹാരകാരൻ യമൻ സംഹാരകൻ യമൻ പാശി കാലാംബികൻ. രക്താക്ഷനോട് ശനി വായു ചഞ്ചലൻ ദീപ്തിമാൻ അശ്വിനി ധർമ്മൻ ധുരന്ധരൻ ധൂമ്രൻ പ്രതാപി വിശ്വൻ പലാശനും ഗോകാമുഖൻ ചൂർണൻ ദൈത്യർ സകലരും ശിവഭൂതഗണങ്ങളും ആസുരന്മാരും. അതിൻ്റെ പേരുകൾ വായിക്കാൻ തന്നെ പ്രയാസ. അപ്പോൾ വളരെ കുറച്ച് എഴുതിയുള്ളൂ. അവിടെ കുറേ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് മുഴുവനെ വേണ്ട വിചാരിച്ചു. അതുകൊണ്ടാണ് ഏകാദശ രുദ്രർ ദ്വാദശാദിത്യരും അഷ്ടവസുക്കളും വിശ്വദേവർ സുരർ ഏറ്റുമുട്ടി തുല്യർ തമ്മിൽ ജയിക്കുവാൻ ശുക്രൻ വസിഷ്ഠൻ ഗുരുക്കളും മാമുനെ. ഇവിടെ ശുക്രാചാര്യരും വസിഷ്ഠനും തമ്മിൽ യുദ്ധം ചെയ്തു എന്നാണ്. ആയുധം കൊണ്ടാവാം, മന്ത്രഹോമാദികളെ കൊണ്ടാവാം, ആഭിചാരങ്ങളെ കൊണ്ടാവാം, പലതും അവർക്ക് കഴിയും. അതേപോലെ ഏകാദശ രുദ്രന്മാർ 11 പേര്, ദ്വാദശ ആദിത്യന്മാർ 12 പേര്, അഷ്ടവസുക്കൾ 8 പേര്, പിന്നെ വിശ്വദേവകൾ അവർ 2 പേര്. ഇങ്ങനെയാണ് സ്വതേ 33 വിഭാഗങ്ങളായിട്ട് ഗണനാഥന്മാരായിട്ട് ദേവകൾ. അതാണ് 30 മുക്കോടി ദേവകൾ. അതിൽ അശ്വിനി ദേവകളെ ദേവഗണത്തിൽ പെടുത്തുകയാണെങ്കിൽ ഇന്ദ്രനും പ്രജാപതിമാരും എന്ന നിലയ്ക്കും 30 മുക്കോടി ദേവകളായിട്ട് പ്രജാപതിമാരെ ദേവസ്ഥാനത്ത് കണ്ടുകൊണ്ട് ബ്രഹ്മപ്രജാപതി, ബ്രഹ്മാവ് ദേവനാണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് ബ്രഹ്മാവിന് ത്രിമൂർത്തികൾ എന്നുള്ള സ്ഥാനമുണ്ടെങ്കിലും ദേവൻ എന്നുള്ള നിലയ്ക്ക് ത്രിമൂർത്തികളുടെ താഴെയാണല്ലോ ദേവന്മാരുടെ സ്ഥാനം. അപ്പോൾ ആ നിലയ്ക്ക് അങ്ങനെയും കണക്കാക്കാറുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇന്ദ്രനും പ്രജാപതിയും പ്രജാപതിമാർ. അപ്പോൾ 30 മുക്കോടി ദേവകൾ. ദ്വാദശാദിത്യന്മാർ, 11 രുദ്രന്മാർ, ഏകാദശ രുദ്രന്മാർ, അതേപോലെ അഷ്ടവസുക്കളുടെ അനുഗ്രഹം ഉണ്ടെങ്കിലാണ് പഞ്ചേന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ അവരുടെ അനുവാദമില്ലാതെ കണ്ട് നമുക്ക് ഈ ഭൂമിയിൽ നിന്നൊന്നും സ്വീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ അഷ്ടവസുക്കളുടെ അനുഗ്രഹം വേണം, എന്നാലേ ജീവിക്കാൻ സാധിക്കുള്ളൂ.
അതേപോലെ തന്നെയാണ് രോഗാദികൾ വന്നു കഴിഞ്ഞാൽ അതിനെ പരിഹരിക്കാൻ അശ്വിനി ദേവകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് അശ്വിനി ദേവകളെ ആ ഗണത്തിൽ പെടുത്താൻ കാരണം. അവരെ ദേവന്മാരിൽ പെടുത്തുകയാണെങ്കിൽ ഈ ഇന്ദ്രനും, അതായത് ഇന്ദ്രൻ, അപ്പോൾ ഇന്ദ്രൻ്റെ താഴെയാണ് ഈ അശ്വിനി ദേവകളും വരിക. അപ്പോൾ അതുകൊണ്ട് ആ നിലയ്ക്കും. പക്ഷേ എങ്കിലും സ്ഥാനം കൊണ്ട് ഇങ്ങനെയാണ്. അതേപോലെ ബ്രഹ്മപ്രജാപതി ആയിട്ടും. അപ്പോൾ അങ്ങനെയാണ് 33 കോടി ദേവകള എന്ന സാരം. അവരെല്ലാവരും യുദ്ധത്തിൽ പങ്കെടുത്തു. നന്ദി മണി മാൻ ഭൃഗു മുനി ഭക്തരും ഏറ്റുമുട്ടി സർവജീവജാലങ്ങളും കാത്തിരുന്നു ശിവൻ പേരാൽ ചുവട്ടിലും ശംഖചൂടൻ സ്വന്തം സ്വർണരഥത്തിലും. കാലമേറെ ചെയ്തു യുദ്ധം ഭയങ്കരം ശംഖചൂടൻ കൊന്നു ദൈത്യരിപുക്കളെ. വീരഭദ്രൻ ശംഖചൂടനുമായി തഥാ ചെയ്തു യുദ്ധം ശിവ തുല്യനായി സത്വരം. ഇവിടെ ദക്ഷയാഗം മുടിപ്പിച്ചതായിട്ടുള്ള ആ വീരഭദ്രൻ ശംഖചൂടനോട് യുദ്ധം ചെയ്തു, കാര്യം ഉണ്ടായില്ല. ഭദ്രകാളി യുദ്ധം ചെയ്തു, കാര്യം ഉണ്ടായില്ല. മഹാദേവന് മാത്രമേ വധിക്കാൻ സാധിക്കുള്ളൂ. വ്യാസനോടോതി സനകാദികൾ വ്യാസനോടോതി സനകാദി ദേവിയാൽ സനകാദികൾ ദേവിയാൽ ചെയ്തുള്ള യുദ്ധം ഭയാനകം ദീർഘമായി. കാളിയും വാണിയും ലക്ഷ്മിയും ദുർഗയും കൊന്നു ധനുസുതർ ദൈത്യരെയൊക്കെയും. യുദ്ധം ജയിച്ചു മധുപാനം ചെയ്തവർ ഒപ്പം ശിവഭൂത സംഘവും തുഷ്ടരായി. കോലാഹലം ശബ്ദമുണ്ടാക്കി സർവരും ഒട്ടും സഹിയാതായി ദൈത്യർക്ക് കാഹളം. അപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ ആണിനോടും പെണ്ണിനോടുമാണ് യുദ്ധം ചെയ്യുക. അപ്പോൾ ഇവിടെ ദേവിമാരൊക്കെ യുദ്ധത്തിന് പലപ്പോഴും ദേവീഭാഗവതത്തിലൊക്കെ നല്ലോണം കാണാൻ സാധിക്കും. അതെന്തുകൊണ്ട് അങ്ങനെ വരണമെന്ന് വെച്ചാൽ അവർക്ക് സ്ത്രീ ഭാവമില്ല. ഈ അസുരന്മാർ അവരെ സ്ത്രീ ശരീരികളായിട്ട് കാണണു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർ സ്ത്രീകളല്ല. അപ്പോൾ സ്ത്രീഭാവമില്ല എന്ന് നമ്മളും ധരിക്കണം. നമ്മളിപ്പോൾ ഈ അവരുടെ ഈ സാരി ചുറ്റലും അതേപോലെ വിസ്തരിക്കുമ്പോൾ സ്തനം, അതേപോലെ മുടി, ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ വേഷം നമ്മൾ സ്ത്രീകൾ സാരി ഇടുന്ന പോലെയൊക്കെയാണ് ചുറ്റുക. അപ്പോൾ അവരൊക്കെ നമ്മളൊക്കെ സ്ത്രീകളാണ് സങ്കല്പിക്കും. അപ്പം അങ്ങനെയല്ല. സ്ത്രീഭാവമില്ലാത്തതാണ് ഈ സകല സ്വരൂപത്തിൽ വന്നിട്ടുള്ള എല്ലാ ദേവിമാരും എന്ന് നമ്മൾ അറിയണം. അത് പുരാണങ്ങളിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് പ്രമാണം? എല്ലാറ്റിനും പ്രമാണമുണ്ട്. ഭദ്രകാളി ദേവി തൻ്റെ ഈ ദേവീഭാവം മഹാദേവനോട് പറഞ്ഞു, എല്ലാവരും എന്നെ സ്ത്രീയായിട്ട് കണക്കാക്കുന്നു, എനിക്കതിന് താല്പര്യമില്ല. മഹാദേവന് തുല്യയാണ് ഭദ്രകാളി. പുത്രി സ്ഥാനമുണ്ട്. പാർവതിയുടെ അംശമായതുകൊണ്ട് പാർവതി തന്നെയാണ് കാളി. അതുകൊണ്ട് ആ രീതിയിലും മഹാദേവൻ അങ്ങനെ കാളിയെ കാണാറുള്ളൂ. അപ്പോൾ ആ കാളി പറഞ്ഞു, അച്ഛാ എനിക്ക് ഈ സ്ത്രീഭാവത്തിൽ ഇരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മഹാദേവൻ അനുഗ്രഹിച്ചു, ഇനി ആരെങ്കിലും നിന്നെ സ്ത്രീ എന്ന് പറഞ്ഞാൽ ആ കുലം നശിച്ചു പോകും എന്ന്. നമ്മൾ സാധാരണ കേരളത്തിൽ കാണുന്ന എല്ലാ ദേവിമാരും ഭദ്രകാളി സ്വരൂപത്തിലുള്ള ദേവതകൾ ധാരാളം അമ്പലങ്ങളിൽ പ്രതിഷ്ഠിതമായിട്ടുണ്ട്. ഈ ഉത്സവങ്ങൾ, പൂരങ്ങൾ ഒക്കെ മിക്കവാറും ഭദ്രകാളിക്കാണ്. അതൊക്കെ കാവുകളാവും, മിക്കവാറും കാവുകളാവും. വളരെ ദുർലഭമായിട്ടേ കാളിക്ക് കാവേ ഉണ്ടാവുള്ളൂ. കാളിക്ക് ക്ഷേത്രമായിട്ട് വളരെ കഷ്ടിയാവും, ദുർഗയാവും. അപ്പോൾ ദുർഗയ്ക്ക് ക്ഷേത്രമുണ്ട്, കാളിക്ക് കാവേ ഉണ്ടാവുള്ളൂ. ഈ കാവുകളിൽ കാണുന്ന കാളികൾ മുഴുവൻ ദാരുകവധം നിർവഹിച്ചതായിട്ടുള്ള ഭദ്രകാളിയാണ്. അത് കേരളത്തിലെ എല്ലാ ദിക്കിലും മിക്കവാറും ഈ കാവുകളിൽ ഭദ്രകാളി, പിന്നെ കേരളത്തിലല്ലാതെ കണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലും ഈ ഭദ്രകാളി തന്നെയാണ് എന്നും പറയാറുണ്ട്. അത് നമുക്ക് അതിന് തെളിവില്ല. കാരണം കേരളത്തിലാണ് ദാരികൻ ഉണ്ടായത് എന്നും അതുകൊണ്ട് കേരളത്തിന് അതിന് പ്രാധാന്യം കൂടുതലുണ്ടെന്നും അത് നമുക്ക് പ്രമാണമുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ ദേവിമാർ ദേവാസുര യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ അവരെ ഈ സ്ത്രീ ഭാവത്തിൽ നമ്മൾ കാണരുത്. പേരും കാര്യങ്ങളും രൂപവും മറ്റേതൊക്കെ വർണ്ണിക്കുമ്പോൾ അങ്ങനെ തന്നെയാണെങ്കിലും നമ്മുടെ കുലം നശിക്കും. അത് മഹാദേവൻ്റെ വാക്കാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം മനസ്സിലെത്തണം. നമ്മൾ സ്ത്രീ എന്നുള്ള സങ്കല്പത്തിൽ ലക്ഷ്മിയും സരസ്വതിയും മറ്റേ കാളിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും. അങ്ങനെ ചെയ്യരുത്. അവർക്ക് വേഷഭൂഷാദികളും മുടിയായാലും മറ്റേ സ്ത്രീയുടെ സൗന്ദര്യമായാലും
പ്രത്യേകമായിട്ടുള്ള രീതിയിലാണല്ലോ നമ്മൾ അതിനെയൊക്കെ കാണുക. അപ്പോൾ അതൊക്കെ സ്ത്രീ എന്ന രീതിയിലാണ് നമ്മൾ കാണുക. അങ്ങനെ കാണരുത് എന്ന് പ്രത്യേകം പറയുകയാണ്. അതങ്ങനെയാണ്, അതിൻ്റെ വിധി അങ്ങനെയാണ്. അതറിയാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു പ്രമാണം ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വിസ്തരിച്ച് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. കാളിയെ നേരിടാൻ ശംഖചൂടൻ തഥാ വന്നു ബഹുമാനപൂർവം രണോത്സുകൻ അമ്മയോടെന്ന പോൽ ചെയ്തു യുദ്ധം മുത സന്തുഷ്ടൻ അർപ്പിച്ചു ബാണപുഷ്പാഞ്ജലി. നാരായണാസ്ത്രം തൊടുത്തു കാളി തഥാ കുമ്പിട്ടു ദൈത്യൻ മടങ്ങി ആ ആയുധം ബ്രഹ്മാസ്ത്രവും വിട്ടു വന്ദിച്ചു ദൈത്യനും കാളി തോറ്റു അസ്ത്രമേൽ കായിക കൊണ്ടിഹ. അങ്ങോട്ടും ഇങ്ങോട്ടും ദിവ്യാസ്ത്രവർഷവും വാഗ്വാദവും ചെയ്തു യുദ്ധം ജയിക്കുവാൻ കാളി വിഴുങ്ങി അമോഘാസ്ത്രമൊക്കെയും ദൈത്യനെ അമ്മ ഭയപ്പെടുത്തി സദാ. വേലെന്ന ആയുധം വിട്ടു ദൈത്യൻ തഥാ നൂറാക്കി കാളിയാ ദിവ്യവേൽ ലീലയായി. ഏറെ കാലം യുദ്ധം ചെയ്തു ഇരുവരും ദേവഋഷി മുനി കണ്ടു രണം മുത. മുഷ്ടിയുദ്ധം ചെയ്തു ദേവി അസൂരനെ താടിച്ചു ബോധം കെടുത്തി പൊടുന്നനെ. ബോധം ലഭിക്കവേ മാതാവായി കണ്ടവർ യുദ്ധം നിറുത്തവേ കോപിച്ചു കാളിക. അപ്പം അവിടെ ശംഖചൂടൻ്റെ പ്രത്യേകത ഈ വൃത്രാസുരൻ യുദ്ധം ചെയ്ത് കൊടുക്കല ഭക്തിയോട് കൂടിയിട്ടാണ്. വൃത്രാസുരൻ ഇന്ദ്രനോട് ഭക്തിയോട് കൂടിയിട്ടല്ല, ഭഗവാനിലുള്ള ഭക്തി കൊണ്ട് അങ്ങനെ പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഇവിടെ ശംഖചൂടൻ യുദ്ധം ചെയ്യുന്ന കാളിയോടും ഭക്തിയോട് കൂടിയിട്ടാണ്, മഹാദേവനോടും ഭക്തിയോട് കൂടിയിട്ടാണ്. വളരെ പാരമ്യം ഉണ്ട്, ഭക്തി പാരമ്യം വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് അമോഘാസ്ത്രമായിട്ടുള്ള പലതും പ്രയോഗിച്ചിട്ടും നാരായണാസ്ത്രം പോലും സ്വീകരിക്കാൻ അല്ലെങ്കിൽ വന്ദിച്ചിട്ട് തിരിച്ച് പറഞ്ഞയക്കാനുള്ള കഴിവ് ഈ ഭക്തിയുടെ മൂർധന്യാവസ്ഥ ശംഖചൂടനുണ്ടായതുകൊണ്ട് അത് സാധിച്ചു. അമോഘാസ്ത്രങ്ങൾ പലതും വിട്ടു. പക്ഷെ പാശുപതം വിടാൻ നിന്നപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു. കാരണം മഹാദേവനാലാണ് വധം. അത് മഹാദേവനാ വിടണച്ചാൽ ശരി, അല്ലെങ്കിൽ കാളി വിട്ടാൽ ഒരു പക്ഷേ കാളി മഹാദേവന് തുല്യമാണ്. അപ്പോൾ ആ വരബലം അത് നിയമം അല്ലാണ്ട് വരും. പാശുപതം കൊള്ളും, കൊണ്ടുകഴിഞ്ഞാൽ അത് അനുഗ്രഹം വധബലം ഈ വരമായിട്ട് കിട്ടിയത് മഹാദേവൻ്റെ കൈകൊണ്ട് വേണമെന്നാണ്. അപ്പോൾ അത് പറ്റില്ല. അതുകൊണ്ട് പാശുപതം മഹാദേവ ശക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ വധം നടക്കും, പക്ഷെ നിയമത്തിന് തെറ്റും. അതുകൊണ്ട് അത് വേണ്ടാച്ചു, അശരീരിയായിട്ട് പറഞ്ഞു പ്രയോഗിക്കരുത് എന്ന്. തൂക്കിയെറിഞ്ഞു ഗഗനത്തിൽ ഊക്കൊടെ താഴെ വീണു വീണ്ടും വന്ദിച്ചു കാളിയെ. തൻ്റെ വിമാനത്തിൽ കയറി ധനുസുതൻ ക്രുദ്ധയായി സൈന്യത്തെ തിന്നു ദേവി മുത. സൈന്യത്തെ തിന്നു ദേവി മുത. അപ്പോൾ അശരീരി കേട്ടു സകലരും ബാക്കി വരും വീരസൈന്യത്തെ തിന്നുവാൻ 2,00,000 വീരർ ആഹാരമാകണം ശംഖചൂട വധം പറ്റില്ല ദേവിയാൽ. അപ്പം എന്താ ശരീരം കേട്ടത്? എല്ലാ അസുരന്മാരെയും വിഴുങ്ങിക്കോളൂ, ആഹരിച്ചോളൂ. ദാരികവധത്തിൽ 20,000, 2,00,000, 20,00,000, 2 കോടി, 20 കോടി ഇങ്ങനെയൊക്കെ ഒന്നിച്ച് ആഹരിച്ചു എന്ന് പറയുന്നുണ്ട്. ആന, തേര്, കുതിര, കാലാള് ഒന്നിച്ച് വലിയ സംഖ്യയാണ്. അത് വേതാളം പറഞ്ഞു അത്ര. എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്, അപ്പം എന്നാൽ കുറച്ച് ആഹാരം തരുമെന്ന് ചോദിച്ചു. അപ്പോൾ വേതാളത്തിൻ്റെ ആഹാരം ഈ മനുഷ്യമാംസം, രക്തം, ഇതൊക്കെയാണ്. കൂളികൾ, കാളിയുടെ ഭൂതഗണങ്ങളാണ് കൂളിവർഗം. അവർക്കും വിശപ്പുണ്ട്. അപ്പോൾ അവരോടും പറഞ്ഞു കൂടെ വന്നുള്ള. അപ്പോൾ എത്രയോ കോടിയാണ്, കോടിയുടെ കണക്ക് പറഞ്ഞില്ലേ, കോടി എന്നേ ഉള്ളൂ. അപ്പോൾ അത്രയും കോടി സൈന്യമുണ്ട് ഈ ദാരുകന്. ആ ദാരുകൻ്റെ 20% ഈ വേതാളം ശാപ്പിട്ടു എന്നാണ് ആഹാരമാക്കിയിട്ട് കൊടുത്തു. കൂളിവർഗത്തിന് അത് 66 കോടിയുണ്ട്, അവർക്കും അതേപോലെ തന്നെ ബാക്കിയുള്ളത് കൊടുത്തു. അതിൻ്റെ ബാക്കിയുള്ളത് മുഴുവൻ കാളിയും ആഹരിച്ചു എന്നാണ്. അതാണ് കോടി. അപ്പോൾ അങ്ങനെ ഇവിടെ ഈ സൈന്യത്തെ മുഴുവൻ ആഹരിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ചെയ്തു എന്നാണ്. വധിക്കാൻ പറ്റില്ല വെച്ചാലും സൈന്യം വല്ലാണ്ട് ക്ഷീണിപ്പിച്ചു. അപ്പോൾ ഇവിടെ സംഖ്യയുടെ കണക്ക് നോക്കണ്ട, 2,00,000 എന്നൊക്കെ പറഞ്ഞാൽ അത് നോക്കണ്ട. രക്തവും മാംസവും ആഹരിച്ചു ശിവ, എത്തിയ ശിവനെ നമിച്ചോതിസാദരം. ശംഖചൂട വീര്യം ഭക്തിയും ധൈര്യവും ആകാശവാണിയും കേൾപ്പിച്ചു രുദ്രനെ. വ്യാസനോദേ പിന്നെ എന്തു ചെയ്തു സുരർ,
ചൊല്ലി സനകൻ ശിവ കരുണദയ. പിന്നീടു ശങ്കരൻ ചെന്നു രണഭുവി വിശ്വരൂപം തന്നെ കാട്ടി രുദ്രൻ തഥാ. വീരഭദ്രൻ തൊട്ട പാർഷദരൊക്കെയും വന്നു രണം ചെയ്യാൻ ദേവസഹായികൾ. രുദ്രനെ കണ്ടപ്പോൾ ശംഖചൂടൻ ജവാൽ ദണ്ഡ നമസ്കാരം ചെയ്തു ധരയിലായി. വീണ്ടും വിമാനത്തിൽ കയറി ചെയ്തു രണം. ബാണവർഷം ചെയ്തു രണ്ടാളും മേൽക്കുമേൽ. 100 വർഷം നീണ്ടു യുദ്ധം ഭയങ്കരം. ശംഭു ത്രിശൂലമെടുത്തു വധിക്കുവാൻ. താപസർക്കം ശൂലശക്തി തടയുവാൻ ഒക്കില്ല. ആകാശവാണി കേട്ടു തഥാ. കൃഷ്ണ കവചവും പത്നി തൻ രക്ഷയും പാതിവ്രത്യ ഭംഗം വിഷ്ണു ചെയ്യും വരെ. ദേവ തുളസിതൻ പാതിവ്രത്യം തപം ശംഖചൂടവധം പറ്റില്ല ചെയ്യുവാൻ. ശ്രീ മഹാദേവി നമ. ശ്രീ ഗുരുവായൂരപ്പ. ശംഖചൂടവധം പറ്റില്ല ചെയ്യുവാൻ വിഷ്ണുവാൽ രണ്ടും കവർന്നെടുക്കും വരെ. ആയതു കൊണ്ട് ത്രിശൂലം വിടരുത്. ബ്രഹ്മവാക്യം സദാ സത്യമായി തീരണം. ഇപ്പം ഇവിടെ മഹാദേവന് പോലും ഈ 2 അനുഗ്രഹം ഭേദിക്കാൻ സാധിക്കില്ല. സ്ത്രീയുടെ പാതിവ്രത്യം അത് ഭേദിക്കാൻ സാധിക്കില്ല. അതേപോലെ വിഷ്ണു ശ്രീകൃഷ്ണൻ ഗോലോകത്തിനൊരു കവചം കൊടുത്തിട്ടുണ്ട്. അത് കൃഷ്ണമന്ത്ര. ആ കവചം ഭേദിക്കാതെ കണ്ടും ശംഖചൂടനെ വധിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മൾ പല കവചങ്ങളുമുണ്ട്. ഈ കവചങ്ങളൊക്കെ ഏത് അസുരനായാലും ശരി, ബ്രാഹ്മണനായാലും ശരി, ആരായാലും ശരി സാധിക്കില്ല, കൊല്ലാൻ സാധിക്കില്ല. അത് പല അസുരന്മാർക്കും ഉണ്ട് ഇങ്ങനെയുള്ള ചിലത്. അതുകൊണ്ടാണ് സ്ത്രീയാൽ വധം. ശുംഭനിശുംഭന്മാർക്ക് സ്ത്രീയാൽ മാത്രമേ വധമുള്ളൂ. താരകാസുരൻ അത് ശിവന്റെയും പാർവതിയുടെയും പുത്രനെ മാത്രമേ സാധിക്കുള്ളൂ. ശംബരാസുരൻ കാമദേവന് പുതിയ ശരീരം കിട്ടിയാൽ മാത്രമേ പ്രദ്യുമ്നായിക്കൊണ്ടാണ് പിന്നീട് വധിച്ചത്. കൃഷ്ണന്റെയും രുക്മിണിയുടെയും പുത്രനായിട്ട് വന്നിട്ട്. അപ്പോൾ ഇതൊക്കെ നിയമമാണ്. വരബലം കൊണ്ടാണ്. അങ്ങനെയേ സാധിക്കുള്ളൂ. അതാണ്. എന്നതു കേട്ടു ശിവൻ നൽകി പ്രേരണ. വിഷ്ണുവിനോടതു വേഗം കവരുവാൻ. രുദ്രാജ്ഞ കേട്ടു ഹരി വൃദ്ധ വിപ്രനായി. യാചകനായി ദൈത്യ സന്നിധി ചെന്നുടൻ. ചൊല്ലി എനിക്കു നീ ഭിക്ഷ തന്നിടണം. സത്യമോതു കാര്യം ചൊല്ലാം അനന്തരം. ശംഖചൂടൻ നോക്കി വിപ്രമുഖം മുത. ഓം എന്നു ചൊല്ലി അനുസരിച്ചു നൃപൻ. അപ്പോൾ ഹരി യോതി കൃഷ്ണ കവചം നീ നൽകിടേണം ഇഹ കാര്യസാധ്യത്തിനായി. എന്നു കേട്ടു നൽകി ദൈത്യൻ അതും മുത. പിന്നെ ഹരി ചെന്നു കൊട്ടാരം തന്നിലായി. ശംഖചൂട വേഷം കെട്ടി തുളസിയെ സാന്ത്വനിപ്പിച്ചു വിധിബലം ചൊല്ലിയും. ചാരിത്രം നന്നായി ഭുജിച്ചു ഹരിയുടൻ. കാര്യമറിഞ്ഞു തുളസിക്കും ദുഃഖമായി. ഇവിടെ തുളസിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ശംഖചൂടൻ മരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ദുഃഖിക്കരുതെന്ന് നേരത്തെ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പുറത്തേക്ക് പോയത്. അന്ന് രാത്രി വന്നു കഴിഞ്ഞപ്പോൾ കൂടുതലായിട്ട്, കാരണം അവസാനമാണ്, ശംഖചൂടനെ സുഖിപ്പിക്കുക എന്നത് തുളസി ദേവിയുടെ കടമ. അതുകൊണ്ട് സുഖിപ്പിച്ചു നന്നായിട്ട്. എന്നും പതിവുണ്ട്. പക്ഷേ ഇവിടെ സുഖിപ്പിക്കൽ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭാവവ്യത്യാസം കണ്ടു. ഇതെന്തുകൊണ്ട്? ഇത് നീയല്ലേ, യഥാർത്ഥത്തിലുള്ള ശംഖചൂടനല്ലേ എന്ന് സംശയം തോന്നി. ഞാൻ ഇപ്പോൾ ശപിക്കും, ആരാന്ന് സത്യം പറഞ്ഞോ എന്ന് പറഞ്ഞു. അങ്ങനെ വിഷ്ണു സ്വന്തം രൂപം കാട്ടിക്കൊടുത്തപ്പോൾ കല്ലായി തീരട്ടെ എന്ന് ശപിച്ചു. അതാണ് സാളഗ്രാമം. ശ്രീ മഹാദേവി നമ. ശംഖചൂട വേഷം കെട്ടി തുളസിയെ സാന്ത്വനിപ്പിച്ചു വിധിബലം ചൊല്ലിയും. ചാരിത്രം നന്നായി ഭുജിച്ചു ഹരിയുടൻ. കാര്യമറിഞ്ഞു തുളസിക്കും ദുഃഖമായി. വിഷ്ണു ഉടൻ ചെന്നു കണ്ടു മഹേശനെ. ചൊല്ലി കവർന്നു ഞാൻ രക്ഷകൾ ഭംഗിയായി. രക്ഷകൾ ഭംഗിയാൽ ഹരേ. അപ്പോൾ ത്രിശൂലം വിജയമുടൻ ശിവൻ വിട്ടു ധനുസുത മുക്തിയെ നൽകുവാൻ. അപ്പം ഈ കാര്യങ്ങളൊക്കെ വിഷ്ണു അവിടെ ചെന്നിട്ട് പറഞ്ഞു. ശംഖചൂടൻ്റെ കവചം ഞാൻ എടുത്തിരിക്കുന്നു. തുളസിയുടെ പാതിവ്രത്യ ധ്വംസനം നടന്നിരിക്കുന്നു. ഇനി വധിച്ചോളൂ എന്ന് പറഞ്ഞു. മധ്യാഹ്ന സൂര്യ സമം പ്രഭതാപവും കണ്ടു പ്രളയാഗ്നി പോലെ സകലരും. ആർക്കും തടുക്കാൻ കഴിയാത്ത അമോഘമാം ശൂലം അജയ്യം സുരരും ഭയന്നിടും. മധ്യാഹ്നശോഭ മധ്യാഹ്നശോഭ പരത്തി ത്രിശൂലവും. മുക്കണ്ണൻ തന്നെ നെറ്റി നേത്രപ്രഭ. കണ്ടു പ്രളയാഗ്നി തുല്യം തിളക്കവും. മറ്റായുധങ്ങൾക്കു ശോഭമങ്ങി മുനേ. ഈ ശൂലം ദിവ്യായുധമാണ്. അത് പ്രയോഗിക്കുമ്പോൾ മഹാദേവൻ്റെ 3-ാം തൃക്കണ്ണ് അത് അഗ്നിയാണ്. അത് കൂടുതൽ പുറമേക്ക് വന്നു. അങ്ങനെ ആകെ കൂടി വല്ലാത്തൊരു ഭാവം അവിടെ, പ്രകാശം അവിടെ വന്നു. ബ്രഹ്മാണ്ടം കത്തി എരിക്കുമോ ഇങ്ങനെ സംശയിച്ചു കാഴ്ചക്കാരും അസൂരരും.
1000 വില്ലിൻ്റെ നീളവും 100 കൈ വീതിയുമുള്ള ത്രിശൂലം ഭയങ്കരം. വില്ലിൻ്റെ ശൂലത്തിൻ്റെ ഒരു ഘനം പറയുകയാണ്. ആകാശം തന്നിൽ കറങ്ങി ശിവാജ്ഞയാൽ ശംഖചൂട് തനു ഭസ്മമാക്കി ജവാൽ സഞ്ചരിച്ചു മനോവേഗത്തിലായുധം വീണ്ടും വിഭുവിൽ ലയിച്ചു ത്രിശൂലവും. അപ്പോൾ വളരെ വേഗത്തിൽ ഈ മൊത്തം പ്രകാശമാനമാക്കിക്കൊണ്ട് ശംഖചൂടനെ ഭയപ്പെടുത്തിക്കൊണ്ട് ആ ത്രിശൂലം ശംഖചൂടനിൽ പ്രവേശിച്ചു. ശംഖചൂടനെ വധിച്ചു, മുക്തി കൊടുത്തു. ത്രിശൂലം വീണ്ടും മഹാദേവനിൽ വന്നു ചേർന്നു. പുഷ്പവൃഷ്ടി സ്തുതി വേദസൂക്തങ്ങളും നന്നായി മുഴക്കി അതിദുഷ്ടർ സർവരും നൃത്തവും പാട്ടും ബഹുവാദ്യഘോഷവും ഉണ്ടായി ശംഖചൂട് മുക്തി ഹേതുവാൽ. ശ്രീകൃഷ്ണ ഭക്തൻ സുധാമാവദാനവൻ ശംഖചൂടാസ്ഥികൾ ശംഖമായി തഥാ ശംഖാഭിഷേകം സുരർക്കേറെ ഇഷ്ടമായി ശങ്കരൻ വേണ്ടെന്നു വെച്ചു ശംഖം മുത. പിന്നെ ശിവനും ശിവഗണേശൻ ഗുഹൻ നന്ദിമേൽ യാത്രയായി കൈലാസം പോകുവാൻ വൈകുണ്ഠമെത്തി ഹരി മറ്റു ദേവകൾ ആനന്ദമഗ്നരായി ഈ 7 ലോകവും. വേദവിധിയാൽ നടന്നു പൂജ ക്രതു സാത്വിക ധർമ്മവും ശ്രീ സമ്പൽവർദ്ധന സർവരും നേടി ഇഹ പരസൗഖ്യവും രുദ്രേച്ഛയാൽ ശാന്തി നേടി സകലരും. സർവം ശ്രീ ശിവാർപ്പണമസ്തു. ഇപ്പോൾ ഇവിടെ ശംഖചൂഡവധം കഴിഞ്ഞു. ആ ശരീരം ശംഖായിട്ട് മാറി. അതേപോലെ ശംഖചൂഡൻ ദിവ്യ രൂപം സ്വീകരിച്ചുകൊണ്ട് സുധാമാവ് ഗോലോകത്തിലെ സുധാമാവായിട്ട് ആ ഗോലോകത്തിൽ നിന്നും വന്നിട്ടുള്ള ഗോലോക പാർഷദന്മാരുണ്ട്, ഗോപന്മാർ. ആ ഗോപന്മാർ വിമാനം കൊണ്ടുവന്നു. ആ വിമാനത്തിൽ കയറിപ്പോയി. എല്ലാവർക്കും വലിയ അത്ഭുതം. എല്ലാവരും പൂജിച്ചു. ഇങ്ങനെയൊക്കെയാണ്. ശംഖചൂഡൻ വളരെ സാത്വികനായിട്ടുള്ള ഭക്തനാണ്, ശിവഭക്തനും കൂടിയാണ്. അതാ രസം. എന്നിട്ട് ശിവൻ്റെ കൈകൊണ്ട് മൃത്യു വരിച്ചു, മുക്തി നേടി കൃഷ്ണാനുഗ്രഹം കൊണ്ട്. തുളസിയെ പോലും പത്നിയാക്കാൻ സാധിച്ചു. ബ്രഹ്മാവിൻ്റെ പ്രത്യേക വാത്സല്യം എല്ലാവരും ഒരേപോലെ ഭക്തിയോട് കൂടിയിട്ട് കാണുന്നു. അങ്ങനെയുള്ള ആ ശംഖചൂഡനെയും നമുക്ക് മഹാദേവനിൽ ലയിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നാളെ പാരായണം ചെയ്യാം. സർവത്ര ശിവനാമകീർത്തനം. ഹര ഹര മഹാദേവ. നമ ശിവായ നമ ശിവായ നമ ശിവായ. ദേവി ഭാഗവതം തിരുമുമ്പ് എഴുതിയതും ഈ ശിവപുരാണം ഞാൻ എഴുതിയതുമാണ് പാരായണം ചെയ്തു വരുന്നത്. രണ്ടും കേട്ട് ഷെയർ ചെയ്യണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു. ശ്രീ മഹാദേവേ നമ. ഹര നമ പാർവതീപതേ. ഹര ഹര മഹാദേവ. നമ ശിവായ നമ ശിവായ നമ ശിവായ. നാരായണ 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 നാരായണ.